നമസ്കാരം. നവീൻ ബാബു കേസിൽ നീതി തേടി ഭാര്യ മഞ്ജുഷ. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്ന് ഭാര്യ മഞ്ജുഷ ഇപ്പോഴും തറച്ചു പറയുന്ന സാഹചര്യത്തിലും അവർ ആവശ്യപ്പെടുന്ന CBI അന്വേഷണം നിഷേധിക്കുന്ന സർക്കാരിന്റെ നിലപാട് ദൗർഭാഗ്യകരമാണ്. നവീന്റെ മരണത്തിൽ അന്വേഷണം പ്രഹസനമായി മാറുമ്പോൾ കളക്ടർ അരുൺ കെ വിജയനെ ചോദ്യം ചെയ്യാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. തുടക്കം മുതൽ തന്നെ ദിവ്യയെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ കളക്ടർ ക്ഷണിച്ചത് കൊണ്ടാണ് താൻ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് എന്നും നവീനെതിരെ സംസാരിച്ചത് എന്നും ദിവ്യ തന്നെ വെളിപ്പെടുത്തിയിട്ടും കളക്ടറുടെ പങ്ക് അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല. നവീന്റെ മൃതദേഹം ബന്ധുക്കൾ എത്തും മുൻപ് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയതും കളക്ടർ മുൻകൈയെടുത്ത് തന്നെയാണ്. ഇതും തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായിരുന്നുവെന്ന് നിശ്ചയം. യാത്രയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബു തന്നെ ചേംബറിൽ വന്ന് കണ്ടിരുന്നതായി കണ്ണൂർ കളക്ടർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ കളക്ടർ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് അന്ന് തന്നെ നവീന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിക്കുകയും ചെയ്തു. വ്യക്തിപരമായി സംസാരിക്കാൻ തക്ക ആത്മബന്ധം കളക്ടറോട് നവീൻ ബാബുവിന് ഉണ്ടായിരുന്നില്ല എന്നും മഞ്ജുഷ വ്യക്തമാക്കിയിരുന്നു. യാത്രയപ്പ് യോഗത്തിൽ ADM നവീൻ ബാബുവിനെ PP ദിവ്യ ആക്ഷേപിക്കുമ്പോൾ കണ്ണൂർ കളക്ടർ ചെറു പുഞ്ചിരിയോടെയാണ് ഇരുന്നത്. ഇത് സഹിക്കാനായില്ല എന്നും നവീന്റെ ഭാര്യ K മഞ്ജുഷ പറഞ്ഞിരുന്നു. നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിന്റെ വീഡിയോയിൽ കണ്ണൂർ കളക്ടറുടെ പെരുമാറ്റം കണ്ടാണ് സംസ്കാര ചടങ്ങിന് വരേണ്ട എന്ന് പറഞ്ഞത് എന്നും മഞ്ജുഷ വ്യക്തമാക്കി. സംഭവത്തിന് ശേഷം ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കളക്ടർ തയ്യാറായില്ല. അതിനുശേഷം ഒന്ന് സമാധാനിപ്പിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നുവെന്നും മഞ്ജുഷ പറഞ്ഞു. കളക്ടറുമായി സൗഹൃദമില്ലായിരുന്നുവെന്ന് എനിക്ക് വ്യക്തമായി തന്നെ അറിയാം. അവധി പോലും ചോദിക്കാൻ മടിയുള്ള ഒരാളിനോട് മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ യാതൊരു സാഹചര്യവുമില്ല. ബന്ധുക്കൾ നവീൻ ബാബുവിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ചെന്നപ്പോഴും അദ്ദേഹം ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെയൊരു മൊഴിയുണ്ടായതിന്റെ കാരണമാണ് മനസ്സിലാവാത്തത് എന്നും മഞ്ജുഷ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ദിവ്യയുടെയും കളക്ടറുടെയും അവിശുദ്ധ ബന്ധത്തിന്റെ കഥകൾക്ക് വിശ്വാസ്യതയേറുകയാണ്. അതുകൊണ്ട് തന്നെ യതീഷ് ചന്ദ്ര IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അരുൺ കെ വിജയന്റെയും ദിവ്യയുടെയും ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്നാണ് സൂചന. DIG യതീഷ് ചന്ദ്രയുടെ മേൽനോട്ടത്തിൽ SIT ആണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ കേസ് നിരീക്ഷിക്കണമെന്നും കണ്ണൂർ റേഞ്ച് DIG ഇതിന്റെ ചുമതല വഹിക്കണമെന്നും കോടതിയുടെ ഉത്തരവിലുണ്ട്. എന്നാൽ ഈ ഉത്തരവും തൃപ്തികരമല്ല എന്ന് മഞ്ജുഷ പറഞ്ഞു. അപ്പീലുമായി മുന്നോട്ടു പോകുമെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവും മാധ്യമങ്ങളോട് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന PP ദിവ്യയാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതി. പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിൽ അദ്ദേഹത്തെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച് ദിവ്യ പ്രസംഗിച്ചിരുന്നു. പിറ്റേന്ന് ഒക്ടോബർ 15-ന് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ തുടക്കം മുതൽ തന്നെ ദുരൂഹതയാരോപിച്ചിരുന്ന നവീൻ ബാബുവിന്റെ കുടുംബം മരണം കൊലപാതകമാണ് എന്ന സംശയമാണ് ഹർജിയിൽ ഉന്നയിച്ചത്. ദിവ്യയുടെ രാഷ്ട്രീയ സ്വാധീനം കാരണം പോലീസ് ശരിയായ അന്വേഷണം നടത്തിയില്ല എന്നാണ് ആരോപണം. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിലെ രക്തക്കറ പോലീസ് അവഗണിച്ചതും ഇൻക്വസ്റ്റ് തിടുക്കത്തിൽ നടത്തിയതും സംശയകരമാണ് എന്ന വാദവും ഹർജിയിലുണ്ട്. കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBI വ്യക്തമാക്കിയതുമാണ്. ആരോപണത്തിനപ്പുറം തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ല എന്നാണ് ഹർജിയെ എതിർത്തുകൊണ്ടുള്ള സർക്കാരിന്റെ വാദം.